ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ള തീരുമാനം, ഡിസിഷൻ, അല്ലെങ്കിൽ അവരെടുക്കാൻ പോകുന്ന ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കുറേ പേരുടെ എനർജിയിൽ എനിക്ക് കിട്ടുന്നത് ഏറെക്കുറെ പേർക്ക് ഒരു നിങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ അത്യാവശ്യം അനുഭവിച്ചിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഈ പേഴ്സൺ വരണതിന് മുമ്പായിട്ട് തന്നെ അത്യാവശ്യം അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളത് വളരെ ധൈര്യത്തോടു കൂടി തന്നെ ഫേസ് ചെയ്തിട്ട് അത് മറികടന്നിട്ടുമുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനും വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങളതെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഒട്ടും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടായിരിക്കില്ല. ഈ ഒരു പേഴ്സണിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ നിങ്ങൾ ലൈഫിൽ സഹിച്ചു പോകുന്ന വ്യക്തികളാണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടായിരിക്കില്ല. ചെറിയൊരു കാര്യത്തിൽ ഈ പേഴ്സണെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ വല്ലാതെ അസ്വസ്ഥരാകുന്നതായിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത്യാവശ്യം നല്ലൊരു ബന്ധത്തിൽ കൂടെ പോയിരുന്ന വ്യക്തികളാണ്. ഒരുപാട് പേര് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ആൻഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ ഈ വ്യക്തിക്കോ ഈ വ്യക്തി നിങ്ങൾക്കോ ആയിട്ട് എന്തെങ്കിലും ക്യാഷ് ഡീലിങ്സ് നടന്നതായിട്ട് ഇവിടെ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അത് ഇതുവരെ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, എനർജി വരുന്നത് പറയുന്നതാണ്. ആൻഡ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ശരീരവേദനകൾ അനുഭവപ്പെടുന്നുണ്ടോ? ഈയിടെയായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ, അതായത് മാനസികമായിട്ടുള്ള അസ്വസ്ഥത നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വയ്യായകൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പൊട്ടലോ മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുരുക്കളോ എന്തെങ്കിലുമൊക്കെ ഉള്ളതായിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ അത്രയ്ക്കും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി, കണ്ടാൽ അഴകുള്ളൊരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. പക്ഷെ നിങ്ങളെ അട്രാക്റ്റഡ് ആക്കിയിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷനിലൂടെയാണ് നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു ഭംഗി, ഒരു ഭയങ്കര ഒരു അത്രയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ വരാനും മാത്രമുള്ളൊരു സൗന്ദര്യം ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ എനർജി വന്നത് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു വ്യക്തിക്ക് കറൻ്റ്ലി ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. കറൻ്റ്ലി അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അവർക്ക് ഒരുപാട് മെമ്മറീസ് വരുന്നുണ്ട്, നൊസ്റ്റാൾജിയ. ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഇംബാലൻസ്, സ്ട്രഗിളൊക്കെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു കോൺവെർസേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ടായിരിക്കണം. നീ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല, നിനക്ക് ഭ്രാന്താണ് എന്നുപോലും പറഞ്ഞിട്ടുള്ളൊരവസ്ഥ ഞാനിവിടെ കാണുന്നുണ്ട്. നിനക്ക് എന്താ പറയുക, നിനക്ക് അവസ്ഥകൾ മനസ്സിലാവില്ല, നിനക്ക് നിൻ്റെ കാര്യം മാത്രം, നീയാണ് തെറ്റുകാരി, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നിങ്ങളാണ് തെറ്റുകാർ എന്നുള്ള രീതിയിലേക്ക് അവർ കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ടായിരിക്കണം. ബട്ട് അവരുടെ ഭാഗത്തായിരിക്കണം ഏറെക്കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ അവരത് മനസ്സിലാക്കാതെ അത് നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, വേറൊരു കാര്യവും നിനക്ക് ചിന്തിക്കാനില്ല. ആദ്യമൊക്കെ ഇവരിതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറയുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ എന്താ പറയുക, നിങ്ങൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ എപ്പോഴും നിനക്ക് എന്നെ വിളിച്ച് കുറ്റപ്പെടുത്താനേ നേരമുള്ളൂ, അങ്ങനെയൊക്കെ ഒരുപാട് ടോക്കിങ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ അവർക്കിപ്പോൾ കറൻ്റ്ലി പറയുവാണെങ്കിൽ ഏറെക്കുറെ പേർക്കും ഇവിടെ ഒരു മെമ്മറീസ്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അല്ലെങ്കിൽ അവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു നൊസ്റ്റാൾജിക് മെമ്മറീസ് നിങ്ങളുടെ റിലേറ്റഡ് ടു യു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്തോ ഒരു ബ്ലോക്കേജസ് കാണിക്കുന്നുണ്ട്. ചിലർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവർ അത്യാവശ്യം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ
അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും കോൺവെർസേഷനിലുണ്ട് എങ്കിലും അതൊരു കോൺവെർസേഷനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാനും പറ്റില്ല. എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമായിരിക്കും അവർ തിരിച്ചിങ്ങോട്ടേക്ക് എന്തെങ്കിലും റിപ്ലൈ തരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളങ്ങോട്ട് വിളിച്ചാൽ സംസാരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് ഒരു തൃപ്തിയും ഇല്ലാത്ത ഒരു കാര്യമാണ്. ആദ്യമെല്ലാം നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഇപ്പോൾ നിങ്ങളായിരിക്കണം ഇങ്ങോട്ട് ആദ്യം ഇനീഷ്യേറ്റീവ് എടുത്ത വ്യക്തികളായിരിക്കണം. പക്ഷെ ഇപ്പോൾ നിങ്ങളായിരിക്കണം കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നും സഹിക്കാൻ പറ്റും, പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്കൊരു ചെറിയ കാര്യം പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജസ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇതിനെക്കാട്ടി മുമ്പായിട്ടുള്ളൊരു തേർഡ് സ്റ്റേജിൽ ഞാൻ കാണുന്നത് അവർ ഒരുപാട് എന്താ പറയുക എൻജോയ് ചെയ്ത് നടന്നതായിട്ട്, നിങ്ങൾ അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്ത് പാർട്ടി, എക്സ്റ്റേണൽ പാർട്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പറയും എനിക്ക് തിരക്കാണ് എൻ്റെ, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്കത് നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ വർക്കിൽ സ്ട്രെസ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് പറഞ്ഞിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കണം ഒരുപാട്. ഓക്കെ, അപ്പോൾ പാർട്ടി കാണിക്കുന്നുണ്ട്. ആൻഡ് കുറച്ചു പേരുടെ എനർജിയിൽ നമ്മളിവിടെ കോസ്മിക് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ളവരുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ എടുത്തിട്ടുള്ള നിങ്ങൾ തമ്മിൽ റീസെൻ്റ്ലി എല്ലാം ചിലപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടാവരുത്, വിളിക്കേണ്ട, സംസാരിക്കേണ്ട, അത് കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ള ഏറെക്കുറെ പേർക്കും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഡിസിഷൻ ഇവിടെ കാര്യമായിട്ട് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് കറൻ്റ്ലി ഇനി ദൈവം എന്താണോ വിധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതുപോലെ മുമ്പോട്ട് പോകട്ടെ. ഞാനായിട്ടോ അല്ലെങ്കിൽ അവരായിട്ടോ നിങ്ങളും ഏറെക്കുറെ അങ്ങനെ നല്ലൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എന്താണോ ഡിസിഷൻ ദൈവത്തിൻ്റെതായിട്ട് വരുന്നത് അതുപോലെ മുമ്പോട്ട് പോകട്ടെ ഈ ഒരു കാര്യത്തിൽ എന്നുള്ളൊരു ഡിസിഷനാണ് അവർ ഏറെക്കുറെ പേർക്കും ഇവിടെ അങ്ങനെയുള്ളൊരു ഡിസിഷനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ റീസെൻ്റ്ലി ഉള്ളൊരു സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് എന്താ പറയുക ഓപ്ഷൻസുകൾ വന്നു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരിപ്പോൾ അതിലൊന്നും കറൻ്റ്ലി തല കൊടുക്കുന്നില്ല എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയുക എപ്പോഴും ഒരാൾ കൂടെ വേണം, അവരുടെ ഒരു ഇതിൽ നിന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആൾ കൂടെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് അതിലേക്ക് എടുത്ത് ചാടുന്ന ഒരു എനർജി കാണുന്നില്ല. പക്ഷേ അവരൊരുപാട് തിങ്കിങ് പ്രോസസ്സിലാണെന്ന് കാണിക്കുന്നുണ്ട് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. ഈ ഒരു കാര്യത്തിൽ അവർ ഒരുപാട് തിങ്കിങ് പ്രോസസ്സിലാണ്.